സർക്കാർ രൂപീകരണ സാധ്യതകൾ തള്ളാതെ ഇന്ത്യ മുന്നണി. നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും മുന്നണിയിൽ എത്തിക്കുന്നതിലാണ് ചർച്ച. സഖ്യകക്ഷികളുടെ അഭിപ്രായം തേടിയ ശേഷം തീരുമാനമെടുക്കുമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുമോ എന്നതിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംശയം പ്രകടിപ്പിച്ചു. നിർണായക ഇന്ത്യ മുന്നണി യോഗം വൈകിട്ട് ദില്ലിയിൽ ചേരും. 234 സീറ്റുകളിൽ വിജയിച്ച ഇന്ത്യ സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാൻ NDA സഖ്യകക്ഷികളെ അടർത്തിയെടുത്തേ മതിയാകൂ. 12 MPമാരുള്ള നിതീഷ് കുമാറിന്റെ JDU, 16 MPമാരുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ TDP പാർട്ടികളെ ഒപ്പം നിർത്താനാണ് ആലോചന. ദൗത്യം പൂർണ്ണമായും വിജയിക്കണമെങ്കിൽ 2-ലധികം സ്വതന്ത്രരെയും ഒപ്പം നിർത്തേണ്ടി വരും. ഈ സാഹചര്യത്തിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷമേ സർക്കാർ രൂപീകരണത്തിൽ ഇന്ത്യ സഖ്യം തീരുമാനം എടുക്കൂ. ഇന്ത്യ സഖ്യം എടുത്തുചാടി തീരുമാനമെടുക്കില്ല എന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. അല്ല, ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങൾ എന്താണെന്നുള്ളത് കൂടി ആലോചിക്കട്ടെ. അവർ ഓരോ പാർട്ടികളുടെ അഭിപ്രായം എന്താണ്, ഓരോ പാർട്ടികൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് എടുത്തു ചാടി ഒരു പെട്ടെന്നൊരു തീരുമാനത്തിനൊന്നും നമ്മളില്ല. TDPയും JDUവും മുന്നണിക്ക് ഒപ്പം വന്നാലും സർക്കാർ രൂപീകരിക്കാനുള്ള നമ്പർ ലഭിക്കുമോ എന്ന സംശയം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രകടിപ്പിച്ചു. No, even then I don't think number wise it's possible. We'll see in the meeting in the evening what will happen, whether who let us see. There'll be a lot of churning, political churning. BJPയെ പ്രതിരോധിക്കാൻ TDP JDU പാർട്ടികളെ ഒപ്പം നിർത്തി സർക്കാർ രൂപീകരിക്കുന്നതിനെ CPI അനുകൂലിക്കും. നിതീഷ് കുമാർ എത്തിയാൽ ബീഹാറിൽ ഭരണമാറ്റം ഉണ്ടാവുകയും തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുകയും ചെയ്യും എന്നതിനാൽ സർക്കാർ രൂപീകരണത്തെ RJD പിന്തുണച്ചേക്കും. ചന്ദ്രബാബു നായിഡുവിനെ ഒപ്പം നിർത്താൻ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകുന്നതിലും ഇന്ത്യ പാർട്ടികൾ അനുകൂല നിലപാട് സ്വീകരിക്കും. ശരത് പവാർ, നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു എന്നിവരുമായി സംസാരിച്ചെങ്കിലും അനുകൂല തീരുമാനം രണ്ടു നേതാക്കളും ഇതുവരെ പങ്കുവച്ചിട്ടില്ല. വിവിധ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കിയാൽ ആ സർക്കാരിന്റെ ഭാവി എന്താകും എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യ സഖ്യത്തിൽ ചില പാർട്ടികൾക്കിടയിലെങ്കിലും ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും സർക്കാർ രൂപീകരണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതികരിക്കാൻ ഇന്നത്തെ യോഗത്തിൽ സാധ്യതയില്ല. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ നോബൽ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.